നമസ്കാരം. പ്രധാന വാർത്തകൾ. PV അൻവറിനെ തള്ളി DMK, ഒപ്പം കൂട്ടില്ലെന്ന പാർട്ടി വക്താവ്. So we can't speak to another party which is not in line with the CPIM in Kerala. സ്റ്റാലിനെ കാണാൻ സമയം നൽകിയില്ല. കരുത്ത് കാട്ടാൻ അൻവർ. നയവിശദീകരണ യോഗം 5 മണിക്ക്. നിലപാട് ആവർത്തിച്ചും ലീഗിനെ വെല്ലുവിളിച്ചും KT ജലീൽ. സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവർ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ. തിരുത്തൽ വേണ്ടത് സമുദായത്തിൽ നിന്ന്. തന്റെ പരാമർശങ്ങൾ ലീഗ് തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും ജലീൽ. സ്വർണം പൊട്ടിക്കലിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഗുണ്ടാ നേതാവ്. രാമനാട്ടുകര കേസിലെ ചരൽ ഫൈസലിന്റെ മൊഴിയിൽ ദുരൂഹത. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. സ്വർണ്ണക്കടത്തും പൊട്ടിക്കലും നടത്തിയിട്ടുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ADGP വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതിന് പിന്നാലെ P ശശിയും CM രവീന്ദ്രനും KK രാഗേഷും ക്ലിഫ് ഹൌസിൽ. വാർത്തയായതിൽ മാധ്യമങ്ങളെ പഴിച്ച അസാധാരണ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സ്റ്റാഫ് അംഗങ്ങളെ കാണുന്നത് സാധാരണ നടപടി. DGPയും ക്ലിഫ് ഹൌസിലെത്തി. ചതിവലയൊരുക്കി സൈബർ ലോകത്ത് നിരവധി റാക്കറ്റുകൾ. 3 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് തട്ടിയെടുത്തത് 10,000 കോടി രൂപ. സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ പരിധിക്ക് പുറത്ത്. തിരുവനന്തപുരത്ത് തട്ടിപ്പുകാരെ തേടിയിറങ്ങിയ സച്ചിദേവിനെ കുറിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും വിവരമില്ല. വലയിൽ വീഴല്ലേ. ന്യൂസ് 18 വാർത്താ പരമ്പര. ശബരിമല തീർത്ഥാടനം പ്രതിസന്ധിയിലാകുമോ? ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് മാത്രം പ്രവേശനമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ദേവസ്വം മന്ത്രി. ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്. പുരസ്കാരം കാട്ടൂർക്കടവ് എന്ന നോവലിന്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ്. വിശദമായ വാർത്തയിലേക്ക്. PV അൻവറിനെ തള്ളി DMK. അൻവറിനെ ഒപ്പം കൂട്ടില്ല. കേരളത്തിലെ സഖ്യകക്ഷിയായ CPM-മായി ബന്ധമില്ലാത്ത ഒരു പാർട്ടിയുമായി ഒത്തുപോകാനാകില്ല എന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ ന്യൂസ് 18നോട് പറഞ്ഞു. You know, the party DMK, CPIM is in alliance with us. So we can't speak to another party which is not in line with the CPIM in Kerala. And if he is, I think he was taken action by the CPIM. So when our alliance partners have taken action against one MLA, how can we take him? That is the thing. Today he was, in the evening he was busy, in the morning he might have met him. An MLA coming and meeting is different. But alliance is a different thing. അതിനിടെ പുതിയ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ PV അൻവർ. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും. 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളന വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിന്റെ ഒരു വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവല്ലോ. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് വേണ്ട. നിങ്ങളെ തിരക്കൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. മഞ്ചേരിയിൽ നിന്നും അനുമോദ, വലിയ പ്രതീക്ഷയിലായിരുന്നു PV അൻവർ. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പലരും ഉണ്ടാകും എന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതേസമയം PV അൻവറിനെ തള്ളിയിരിക്കുകയാണ് DMK. ഏതാണ് സാഹചര്യം? അൻവറിന്റെ പ്രതികരണങ്ങളൊന്നും പിന്നീട് വന്നിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, മഞ്ചേരിയിലെ അൻവറിന്റെ പരിപാടി നടക്കാനിരിക്കുന്ന വേദിയിലാണ് ഞാനുള്ളത്. നമുക്ക് കാണാം, ഇവിടെ കസേരകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഭീഷണിയായിട്ട് കനത്ത മഴ മൂടി നിൽക്കുകയാണ്. അത് ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. അൻവറിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണെങ്കിൽ, രാവിലെ മാധ്യമങ്ങൾ കണ്ടതിന് ശേഷം അദ്ദേഹം പിന്നീട് പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. DMKയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു അൻവറുമായി സഹകരിക്കുന്നില്ല എന്ന തീരുമാനത്തോടുള്ള അൻവറിന്റെ പ്രതികരണവും വന്നിട്ടില്ല. അൻവർ 6 മണിയോടെ മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര തിരിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. അതല്ലെങ്കിൽ വേദിയിൽ വെച്ച് അദ്ദേഹം തന്റെ എനിക്ക് പറയാനുള്ളത് പറയും എന്നാണ് കരുതുന്നത്. നമുക്കറിയാം, ഇതൊരു അൻവറിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു സമ്മേളനം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരുന്ന അൻവർ, ഇടതുപക്ഷത്തിന്റെ തന്നെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായ അൻവർ ഒരു മാസം പോലും എടുത്തിട്ടില്ല ഇടതുപക്ഷത്തിന്റെ പുറത്തേക്ക് എത്തുവാൻ. അപ്പോൾ ഇനിയുള്ള വഴി സ്വയം വെട്ടി വേണം അൻവറിന് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കഴിഞ്ഞ ദിവസം DMK നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് DMKയിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾ അൻവറിനെ അംഗീകരിക്കാനാകില്ല, അത് കേരളത്തിലെ ഇടതുപക്ഷമായ ബന്ധത്തെ ബാധിക്കുമെന്ന കാരണം പറഞ്ഞ് അതൊന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പ്രതിസന്ധി തന്നെ അൻവറിനെ സംബന്ധിച്ച് ഉണ്ടാക്കും. പക്ഷേ കേരളത്തിൽ അൻവർ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾ കേൾക്കുവാനും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുവാനും മലപ്പുറത്തേക്ക് കൂടുതൽ പേര് എത്തും, മഞ്ചേരിയിലേക്ക് കൂടുതൽ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം നിലമ്പൂരിലെ ഒരു ആദ്യ സമ്മേളനത്തിലെ കാഴ്ചകൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. പലരും കാലാവസ്ഥ മോശമാകുന്നത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളെന്ന് പറയാനാകില്ല. പലരും നേരത്തെ തന്നെ ഒന്ന് സ്ഥാനം പിടിച്ചവരുണ്ട്. ഇപ്പൊ നിങ്ങള് മഞ്ചേരിക്കാരനാണോ? അല്ല, ഞാൻ കോഴിക്കോടുകാരനാണ്. ഈ അൻവറിന്റെ പരിപാടിക്ക് വേണ്ടി മാത്രമായിട്ട് വന്നതാ. എന്താണ് നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്? അങ്ങോട്ട് പ്രേരിപ്പിച്ചതിന്റെ കാരണം, അദ്ദേഹം ഒരു ആൺകുട്ടിയാണ്. ചങ്കുറ്റത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞതിൽ കാരണം അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായ വ്യത്യാസങ്ങളും അനുഭവങ്ങളും അയാൾ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളോട് ചോദിച്ച് വോട്ട് വാങ്ങി വിജയിച്ച അദ്ദേഹം നേരായ സത്യാവസ്ഥയാണ് വിളിച്ചു പറഞ്ഞത്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് സ്ഥാനം മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ കാലുവെട്ടും കൈവെട്ടും സത്യം പറയുന്നവരെ കൊല ചെയ്യാനാണ് ഈ പാർട്ടി നടക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം എല്ലാവരും തട്ടിയിട്ടുള്ളൂ. സത്യാവസ്ഥ ആര് തുറന്നു പറഞ്ഞാലും അവർക്ക് രക്ഷയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണുള്ളത്. ഈ 3.5 കോടി ജനങ്ങളിൽ 10% മുതലാളിമാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുമാണ്. അവർക്കൊന്നും ബുദ്ധിമുട്ടുകളില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതിൽ 90% സാധാരണക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്? അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന അത്രയും കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതിനാണ് എനിക്ക് അദ്ദേഹത്തിനോട് അതിയായ താല്പര്യം കൊണ്ടാണ് ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വരാനുള്ള കാരണം. അദ്ദേഹത്തിനെ കാണാനും അവരോട് സംസാരിക്കാനും വളരെയധികം ഇഷ്ടമുണ്ട്. കാരണം ഞാൻ മറ്റൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. രാഷ്ട്രീയ പാർട്ടി സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുമോ? അങ്ങ് അതിന്റെ ഭാഗമാണ്? തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ അദ്ദേഹത്തിനോടല്ലാതെ പിന്നെ വേറെ ആരാണ് ഈ സത്യാവസ്ഥ പറയുന്ന കൂട്ടത്തിലേക്കാണ് എനിക്ക് ഇഷ്ടം. കാരണം എന്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അദ്ദേഹം. ഞാൻ വതായി അൻവർ ഖാന്റെ നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ നിന്ന്. എന്താണ് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അൻവറിന്റെ? വ്യക്തിപരമായിട്ട് പറഞ്ഞാല് മൂപ്പരിപ്പ് പറഞ്ഞാൽ ഇപ്പൊ ഈ 140 MLA കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയാണ്. നിയമസഭയിൽ ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേറൊരു ആളില്ലല്ലോ. അതന്നെയാണ് നമുക്കുള്ള ഗുണം. അൻവർ ഒറ്റപ്പെട്ടു പോകുന്നുള്ള കണക്കൂട്ടൽ അങ്ങനെ ഈ വിചാരിക്കണവർക്ക് ഉണ്ടാവും, ഞമ്മക്കില്ല. എവിടെ ചെന്നാലും നിങ്ങൾ കാണുന്ന മാതിരി തന്നെ നിലമ്പൂരിപ്പ ചെറിയൊരു കാര്യം പെട്ടെന്ന് ഒരു വ്യക്തിന്റെ കഴിവാണല്ലോ അത്രയും ആൾക്കാരെ കൂട്ടിയത്. പാർട്ടിയല്ലല്ലോ കൂട്ടിയത്. അത് ഈ ഏറനാടിലും നിലമ്പൂരും അയാൾ നിന്നാല് ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷം ജയിക്കാൻ എല്ലാ പിന്തുണ അയാൾക്ക് ജനങ്ങളെടുത്തുന്നുണ്ട്. അയാൾ സത്യസന്ധമായിട്ട്
കിട്ടുന്ന MLA പൈസ അയാളെ സമ്പത്ത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. വേറെ ലോല മാതിരി ബാങ്ക് ബാലൻസിന് ബാങ്കിൽ കൊണ്ടിടുകയല്ല. ഇയാളെ നയിച്ചുണ്ടാക്കുന്നതും ഇയാളെ ബിസിനസ് ചെയ്യുന്നതും ഇയാളെ ശമ്പളം ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുകയാണ്. പിന്നെ ഏത് പ്രായമുള്ള ആൾക്കാർക്കും അയാളെ സംബന്ധിച്ച് അയാളായിട്ട് ബന്ധമുള്ളവർക്ക് പറയാനുള്ളത് അയാൾ ഗുണം ചെയ്തതേ പറയാനല്ലോ, ദോഷമായിട്ടൊന്നും ചെയ്യാൻ പറയാനില്ല. വേറെ അനവധി MLA-മാരും മന്ത്രിമാരും ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാല് ഇന്നെപ്പോഴത്തന്നെ കൂലിപ്പണിക്കാരന് റോട്ടിലിറങ്ങി നടക്കാൻ വയ്യ. പോലീസുകാർ അജാതി കാട്ടല കാണിക്കുന്നത്. 500-600 കൂലി ഇട്ടിട്ട് ഞാൻ ഇവർക്ക് ഫൈൻ അടക്കുക അതോ ഞാൻ പെരീക്കായിരിക്കും വേണ്ടത്? പറയുന്നതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങാൻ അയക്കണില്ല. വീട്ടിൽ നിന്ന് പള്ളിയൊക്കെ ബാങ്ക് കൊടുത്ത പള്ളിയൊക്കെ പോകാൻ പറ്റണില്ല. അന്നേരം ഹെൽമെറ്റ് ഇട്ടില്ലേ ഫൈൻ എഴുതുക. ഹെൽമെറ്റ് ഇടണ ഒരു വീട്ടിൽ പള്ളിക്കൊക്കെ പോകാൻ ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞാല് അത് കുറഞ്ഞ വീടല്ലുള്ള പള്ളി പറഞ്ഞാല് അതിന് വരെ സംസാരിക്കാൻ പാർട്ടി ഇല്ല ഇവിടെ. പാർട്ടി അൻവറിന്റെ ഈ നീക്കം വിജയം കാണുന്നതാണ്. യാതൊരു സംശയമില്ല. എന്താ ആർക്കും സംശയമില്ല. വിജയം കാണുന്നില്ലതുകൊണ്ടാണ് ഇവരിപ്പോ ഈ നിലമ്പൂരത്തെ പരിപാടിക്ക് കൈ വെട്ടും കാല് വെട്ടും തന്നെ. ആ വെട്ടെന്ന് പറഞ്ഞ ആൾക്കാരെ പിന്നെ സഖാക്കളെ കണ്ടിട്ടില്ല. ഓല ആ വെട്ടെന്ന് പറഞ്ഞ ആ പോക്കാണ് പോയതാ. പിന്നെ ഓല എവിടെയാന്നില്ല യാതൊരു അഡ്രസ്സും ഇല്ല. നിങ്ങളൊക്കെ അൻവറിന്റെ പരിപാടിക്ക് എത്തിയവരാണോ അല്ലേ? അതെ അതെ അതെ. എന്താണ് ഞാൻ കാവനൂരുന്ന. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യഥാർത്ഥത്തില് പ്രതിപക്ഷ നേതാക്കൾ വരെ ജാതി ചങ്കൂറ്റത്തോടുകൂടി പിണറായിക്കെതിരെ വർത്താനം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അൻവർ പറയണ കാര്യങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ എല്ലാ നിലക്കും ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. CPM പാർട്ടിക്കാർ വെറും പിണറായിയുടെ അടിമകളായിട്ട് ഒരു കാര്യം തുറന്നു പറയാതെ ഒരു MLA-ക്ക് പോലും പിണറായിയുടെ അടുക്കാൻ സാധിക്കാത്ത കോലത്തിൽ ഫുള്ള് അഴിമതി. ഈ കറണ്ട് ബില്ല് കൂട്ടി, വെള്ള ബില്ല് കൂട്ടി, എല്ലാ നിലക്കും ജനങ്ങളെ ദ്രോഹിക്കുക. ഈ ഒരു സാധാരണക്കാരന് ഒരു 1000 സ്ക്വയർ ഫീറ്റ് പേരെടുക്കുന്ന ആള് അതിന്റെ വില കൂട്ടി. എല്ലാ നിലക്കും, ഒരു നിലക്കല്ലാതെ എല്ലാ നിലക്കും വില കൂട്ടി. അത് പറയുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം. അതെ അതെ അതെ, ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് അൻവർ പറയുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാക്കൾ എന്തുകൊണ്ടത് പറയണില്ല, അത് ഏറ്റെടുക്കണില്ല. അതാണ് പ്രശ്നം. ഈ ജനങ്ങളെ പ്രശ്നം പ്രതിപക്ഷങ്ങൾ സംഘടന പോലെ ഏറ്റെടുക്കുന്നത്, പ്രതിപക്ഷ നേതാവ് പോലെ ഏറ്റെടുക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞ കൂട്ടുകെട്ട് അല്ലേ, നെക്സസ്. അതാണ് നെക്സസ് കൂട്ടുകെട്ട്. അതാണ് യഥാർത്ഥത്തിൽ. അശ്വതി, ഇവിടെ എത്തിച്ചേർന്ന ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിപാടി തുടങ്ങാൻ ഇനി മണിക്കൂറുകളുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ കോഴിക്കോട് നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവറിന്റെ ഒരു കരുത്ത്, അൻവറിന്റെ ഒരു വിശ്വാസം ഈ ഇരിക്കുന്ന എത്തിച്ചേരാനുള്ള ജനങ്ങളിലൊക്കെ തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഈ സീറ്റ് എല്ലാം തന്നെ നിറയും, ഈ ഒരു സദസ്സ് നിറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാലാവസ്ഥ മാത്രമാണ് അല്പം ആശങ്ക നൽകുന്നത്. എന്താണെങ്കിലും നമുക്കിനി അറിയേണ്ടത് DMK-യുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണത്തോട് അൻവർ എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ വേദിയിൽ വെച്ച് പറയുമോ അതിനു മുമ്പ് പറയുമോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് എത്രത്തോളം ആളുകൾ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞതിനപ്പുറം എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് PV അൻവർ ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടന പ്രഖ്യാപിക്കുന്ന വേദിയിൽ വെച്ച് പറയുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ശരി അനുമോദ്, എന്തായാലും അനുമോദ് പറഞ്ഞതുപോലെ ഒരു ശക്തി തെളിയിക്കൽ തന്നെയാണ് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് നടക്കാൻ പോകുന്നത്, മഞ്ചേരിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ DMK അൻവറിനെ തള്ളിപ്പറയുന്ന DMK അതിനുള്ള മറുപടി ആ വേദിയിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് ഉറ്റുനോക്കുകയാണ്. PV അൻവറിന് നിയമസഭയിൽ സ്പീക്കർ അനുവദിച്ച സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ളതാണ് മറ്റൊരു വാർത്ത. സ്വതന്ത്ര MLA-ക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടം ചോദിക്കാനാകില്ല, വേറെ ഇരിപ്പിടം അനുവദിക്കാനാകില്ല എന്ന് നാളെ രേഖാമൂലം അൻവറിനെ അറിയിക്കും. പ്രതിപക്ഷ നിരയിൽ പിന്നിലത്തെ സീറ്റാണ് അൻവറിന് അനുവദിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നിരയിൽ ഇരിപ്പിടം വേണ്ട എന്നാണ് അൻവറിന്റെ നിലപാട്. ഇരിപ്പിടം പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റിയതിന്റെ കാരണം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയതായും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും അൻവർ പ്രതികരിച്ചിരുന്നു. അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. വർഗീയ നിലപാടുകൾക്ക് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ ഇടതുമുന്നണി എന്നും എതിർത്തിട്ടുണ്ട്. ലീഗും വർഗീയ നിലപാടുകൾക്ക് ശ്രമിക്കുന്നുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം
വീണ്ടും വാർത്തയിലേക്ക്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദമാകുമ്പോഴും നിലപാട് ആവർത്തിച്ച് കെ.ടി. ജലീൽ. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവർ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് ജലീൽ പറഞ്ഞു. മതപണ്ഡിതൻ വരെ കടത്ത് നടത്തിയിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നത് ഏത് സമുദായക്കാരാണെങ്കിലും അതിനെതിരെ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ്. സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാകുന്നവരെ ബോധവൽക്കരിക്കാൻ ഖാസിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമോഫോബിക് ആകുമെന്നും ജലീൽ ചോദിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു കരിപ്പൂർ എയർപോർട്ട് മുഖേന എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പൊ അതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അംഗങ്ങളായിട്ടുള്ള മഹല്ലുകളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം, കാര്യങ്ങൾ പറയണം എന്ന് സൂചിപ്പിച്ചതിനെയാണ് വലിയ മലപ്പുറം വിരുദ്ധതയായും മുസ്ലിം വിരുദ്ധതയായും അവതരിപ്പിക്കുന്നത്. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ, യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ മതസംഘടനാ രംഗത്തേക്ക്, നേതൃപദവികളിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന രൂപത്തിൽ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ല. ലീഗ് അവരുടെ വേദികളിൽ ഇത്തരക്കാരെ അണിനിരത്തി പ്രസംഗിപ്പിച്ചു. താൻ പറഞ്ഞത് PMA സലാം തെറ്റായി വക്രീകരിച്ചെന്നും കള്ളക്കടത്തുകാരെ മാറ്റി നിർത്താൻ ലീഗ് തയ്യാറായില്ലെന്നും ജലീൽ വിമർശിച്ചു. തനിക്കെതിരെ ഇല്ലാത്ത കാര്യത്തിന് പ്രചാരണം നടത്തിയപ്പോൾ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ മലപ്പുറം സ്നേഹം. താൻ എന്താ മധ്യപ്രദേശുകാരനാണോ എന്നും ജലീൽ ചോദിച്ചു. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്ന പരാമർശമാണ് വിവാദത്തിലായത്. പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും PV അൻവറും രംഗത്ത് വന്നു. ചരൽ ഫൈസലിനെതിരെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ്. രാമനാട്ടുകര വാഹനാപകട കേസിലെ വെളിപ്പെടുത്തലിന് പിന്നിൽ ദുരൂഹതയെന്ന് ഔറംഗസേബ് ന്യൂസ് 18നോട് പറഞ്ഞു. രാമനാട്ടുകര വാഹനാപകട കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമം നടത്തിയിട്ടില്ല. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പണം തട്ടാനാണ് ചരൽ ഫൈസൽ പുതിയ ആരോപണം ഉന്നയിക്കുന്നത്. രാമനാട്ടുകര വാഹനാപകട കേസുമായി ചരൽ ഫൈസലിന് ബന്ധമില്ല. സ്വർണ്ണക്കടത്ത് സംഘത്തിന് എസ്കോർട്ട് പോകാൻ കൊട്ടേഷൻ ഏറ്റെടുത്തത് മരിച്ച താഹിർ ഷാ ആണ്. ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന് താഹിർ ഷായ്ക്ക് മാത്രമേ അറിയൂ. ചരൽ ഫൈസൽ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും ആരോപണങ്ങളും വെറും കെട്ടുകഥയെന്നും ഔറംഗസേബ് പറഞ്ഞു. എസ്കോർട്ട് പോയതായിട്ടാണ് എനിക്ക് അറിവുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം ചരൽ ഫൈസൽ എന്ന് പറഞ്ഞാൽ ഫൈസൽ അന്ന് തന്നെ വിളിച്ചായിരുന്നു. ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് ഒരു വണ്ടി അപകടം ഉണ്ടായെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് നീ എവിടെ ഉള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ സ്പോട്ടിലുണ്ട്, അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പോയി നോക്ക് എന്താ സംഭവിച്ചാൽ ആർക്കെന്താ സംഭവിക്കണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ന്യൂസിൽ ഞാൻ കണ്ടത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇതിൽ മരണപ്പെട്ടെന്നുള്ളത് അറിയണത്. അതിനുശേഷം പിന്നീട് കാണുന്നത് പിന്നെ ഇത് ദുരൂഹതകൾ കുറെ ഇതിൽ പറഞ്ഞു വന്ന് പിന്നീട് ഇപ്പൊ അവൻ ഇതിലേക്ക് വന്നേക്കണത് ഈ ഇതിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് തോന്നണില്ല. കൊട്ടേഷന്റെ ഇതിൽ അവന് ഗോൾഡ് വരുന്നുണ്ടെങ്കിൽ ഇത് അവിടം വരെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് വരെ എത്തണ വരെ നമുക്ക് അവർക്കൊന്നും സംഭവിക്കാണ്ടിരിക്കാനും ഗോൾഡ് കറക്റ്റായിട്ട് എത്താനും വേണ്ടിയിട്ട് എസ്കോർട്ട് പോകാൻ 100% ഇത് പണത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പോഴത്തെ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഈ കേസ് അന്വേഷിച്ചത് മലപ്പുറം സുജിത് സാറ് അതൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ അന്ന് അത് കറക്റ്റായിട്ട് അന്വേഷിച്ച് കറക്റ്റ് കാര്യങ്ങൾ എല്ലാവരും പിടിച്ച് അതിന്റെ പുറകിലുള്ളവരൊക്കെ പിടിച്ചതാണ്. നമ്മുടെ അത്ര സ്കോഡുകാരും ഒക്കെ അന്വേഷിച്ചതാണ് മലപ്പുറത്ത്. നടത്തിയിട്ടുണ്ടെന്നും ഔറംഗസേബ് പറയുന്നു. പെരുമ്പാവൂർ അനസിനൊപ്പം ചേർന്ന് നിരവധി സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ പോലീസിന് സഹായം ലഭിക്കാറില്ലെന്നും ഔറംഗസേബ് പറഞ്ഞു.
ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായ നടപടിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുക. അതേസമയം നാളെ സഭ സമ്മേളിക്കുന്നതിനാൽ അതിനു മുൻപ് നടപടി വേണമെന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ശക്തമാണ്. രാവിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി തുടങ്ങിയവർ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇത് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നടന്നത് പതിവ് കൂടിക്കാഴ്ച മാത്രമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവർത്തിച്ച് PV അൻവർ. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ താൻ നൽകിയ പരാതി മാത്രം മതി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാൻ. ADGPയെ ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നും ADGP മുഖ്യമന്ത്രിയുടെ മന്ദപുത്രനാണെന്നും അൻവർ പരിഹസിച്ചു. P ശശിക്കെതിരായി നൽകിയ പരാതി സഖാക്കളും പൊതുസമൂഹവും പരിശോധിക്കട്ടെയെന്നും പശ്ചിമബംഗാളിലെ അവസ്ഥയിലേക്കാണ് CPM പോകുന്നതെന്നും അൻവർ വിമർശിച്ചു. ADGP വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നും റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നാൽ മുൻവിധിയില്ലാതെ നടപടിയുണ്ടാകുമെന്നും TP രാമകൃഷ്ണൻ. ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 പരമ്പര വലയിൽ വീഴല്ലേ. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് 10,319 കോടി രൂപ. ഇതിൽ 4.3 ലക്ഷം പേരിൽ നിന്നായി തട്ടിയെടുത്ത 1,127 കോടി രൂപ ഇതുവരെ തിരിച്ചുപിടിക്കാനായതായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വ്യക്തമാക്കുന്നു. നഷ്ടപ്പെടുന്ന മൊത്തം 10%-ഓളമാണ് തിരിച്ചുപിടിക്കാനാകുന്നത്. ഇത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2022 രാജ്യത്താകെ 9.66 ലക്ഷം പരാതികളായിരുന്നുവെങ്കിൽ 2023 ഇത് 15.56 ലക്ഷമായി ഉയർന്നു. 60% വർധന. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലെ പരാതികൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ 1.5 ലക്ഷത്തിനടുത്താണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഓരോ ലക്ഷം പേരിലും 86 വീതം എന്ന നിരക്കിൽ സൈബർ പരാതികളെത്തി. രാജ്യമാകെ ഇത് 129 പരാതി എന്ന നിരക്കിലാണ്. ഉയർന്ന നിരക്കിലുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ: ഡൽഹി 755, ഹരിയാന 381, തെലങ്കാന 261, ഉത്തരാഖണ്ഡ് 243, ഗുജറാത്ത് 226. തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറുകൾ പോലീസ് തത്സമയം നിരീക്ഷിക്കുന്ന പ്രതിബിംബ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജാർഖണ്ഡിലെ തട്ടിപ്പുകൾ കുറയ്ക്കാനായി. ഈ പദ്ധതി രാജ്യമാകെ വ്യാപിപ്പിക്കുകയാണ്. ചൈന, കംബോഡിയ, മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് തട്ടിപ്പുകളുടെ 40 മുതൽ 50% വരെ ബുദ്ധികേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ലഭിച്ച പരാതികളുടെ എണ്ണം ഇങ്ങനെ: പാർട്ട് ടൈം ജോലി, പ്രീപെയ്ഡ് നിക്ഷേപ തട്ടിപ്പുകൾ 1.49 ലക്ഷം, വ്യാജവായ്പാ ആപ്പുകൾ 85,000, കസ്റ്റമർ കെയർ ആൻഡ്രോയിഡ് മാൽവെയർ 43,000, സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് കൈക്കലാക്കൽ, ആൾമാറാട്ടം 35,000, നഗ്ന വീഡിയോ കോൾ തട്ടിപ്പ് 19,000. തട്ടിപ്പ് നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇടപെടാനായാൽ തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. 1930 എന്ന നമ്പറിൽ വിളിച്ചോ cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാം. ലഭ്യമായ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 4 മാസത്തിനിടെ സംസ്ഥാനത്ത് നിന്ന് നഷ്ടമായത് 180 കോടി രൂപയാണ്. ഇതേ കാലയളവിൽ രാജ്യത്താകെ 6,000 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. കേരളത്തിൽ കൂടുതൽ പണം നഷ്ടമായത് കൊച്ചി നഗരവാസികൾക്കാണ്, 33 കോടി രൂപ. നഷ്ടത്തിൽ 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്, 30 കോടി. കോഴിക്കോട്, തൃശൂർ, കൊല്ലം എന്നിവയാണ് മറ്റു പ്രധാന നഗരങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയ സർക്കാർ തീരുമാനം പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കും. ഓൺലൈൻ ബുക്ക് ചെയ്യാതെ എത്തുന്നവരെ എന്ത് ചെയ്യുമെന്ന കാര്യത്തിൽ അപ്പോൾ പരിശോധിക്കാമെന്നാണ് മന്ത്രിയുടെ മറുപടി. പമ്പയിൽ പാർക്കിംഗ് സൗകര്യം ഇത്തവണയും ഒഴിവാക്കി നിലയ്ക്കലിൽ കൂടുതൽ സൗകര്യം ഒരുക്കുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം സ്പോട്ട് ബുക്കിംഗ് നിർത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരിക്കുന്നു. ശബരിമലയിലെ തീർത്ഥാടകരുടെ എണ്ണം വെർച്വൽ ബുക്കിംഗ് വഴി 80,000-ആയി നിജപ്പെടുത്താനെടുത്ത സർക്കാർ നടപടി തെറ്റാണ് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ. മതാനുഷ്ഠാനം ഒരു ഭക്തന്റെ ഭരണഘടന അനുശാസിക്കുന്ന അവകാശം കൂടിയാണ്. തീരുമാനം പിൻവലിക്കാൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തയ്യാറായില്ല എങ്കിൽ അയ്യപ്പ ഭക്തന്മാരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
തൃശൂരിലെ ATM കവർച്ചാ പ്രതികളെ ATM സെന്ററിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. ഷൊർണൂർ റോഡിലെ SBI ATMൽ എത്തിച്ചാണ് തെളിവെടുത്തത്. മോഷണത്തിൽ നേരിട്ട് പങ്കെടുത്ത 4 പ്രതികളെയാണ് സ്ഥലത്തെത്തിച്ചത്. മോഷ്ടിക്കാൻ ഉപയോഗിച്ച ഗ്യാസ് കട്ടർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താണിക്കുടം പുഴയിൽ നിന്നും കണ്ടെടുത്തു. സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ വീട്ടിലുണ്ടായ മോഷണത്തിൽ 2 പേർ പിടിയിൽ. വീട്ടിലെ പാചകക്കാരിയായ ശാന്ത, ഇവരുടെ ബന്ധു പ്രകാശൻ എന്നിവരെയാണ് നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 5 വർഷമായി MTയുടെ വീട്ടിലെ പാചകക്കാരിയാണ് ശാന്ത. തവണകളായി ശാന്ത സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചിരുന്നത് പ്രകാശനാണെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെയാണ് 2 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. MTയുടെ കോഴിക്കോട് നടക്കാവ് കോട്ടാരം റോഡിലെ വീട്ടിലാണ് മോഷണം നടന്നത്. സെപ്റ്റംബർ 29-നും 30-നും ഇടയിലാണ് മോഷണം നടന്നത്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 48ാമത് വയലാർ അവാർഡ് ആണ് ഇന്ന് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,080 രൂപ, പവന് 56,640 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,885 രൂപ, പവന് 47,080 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.